Good afternoon, ma'am. Good afternoon. So എല്ലാരും join ചെയ്തോ? നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Good afternoon, ma'am. Good afternoon. So hospital information system basic. Okay, chapter 49. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം? എന്തായിരുന്നു സുറുമി ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം? ആർക്കെങ്കിലും പറയാമോ? മാം, ക്ലിനിക്കൽ പ്രോസസ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ. അപ്പൊ എന്തൊക്കെയാ ക്ലിനിക്കൽ പ്രോസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവർ ഹാൻഡിൽ ചെയ്യുന്നത്? പേഷ്യന്റിന്റെ ഹെൽത്ത് ഹിസ്റ്ററി അല്ലെ, ഷെഡ്യൂളിംഗ്, ടൈമിംഗ്, അത്തരത്തിലുള്ള ക്ലിനിക്കൽ പ്രോസസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള അത്തരം ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാ അത് ഡീൽ ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങളാ? കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഒരു ഹോസ്പിറ്റലിലെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, ക്ലിനിക്കൽ, അതേപോലെ ലബോറട്ടറി, ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഓക്കെ, ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ്, ഓക്കെ, ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റമാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ EMR, EHR എന്തായിരുന്നു? EMR അതിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? എക്സ്പാൻഡഡ് ഫോം എന്തായിരുന്നു? EMR ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. നമ്മുടെ പഴയ ചാർട്ടിന്റെ ഒരു ഡിജിറ്റൽ വേർഷൻ ആണ് EMR എന്ന് പറയുന്നത്. അല്ലെങ്കിൽ EHR എന്ന് പറഞ്ഞാൽ എന്ത്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഓക്കെ, നമ്മുടെ പഴയ ചാർട്ടിന്റെ ഒരു ഡിജിറ്റൽ വേർഷൻ ആണ് EMR അല്ലെങ്കിൽ EHR എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ഇനി ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് HMS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റലിൽ ചെയ്യാനായിട്ട് കഴിയുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കാം? എന്തിനു വേണ്ടിയെല്ലാം ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പറ്റും? ഫസ്റ്റ് വൺ എന്തായിരുന്നു? അതിന്റെ കമ്പോണൻസ് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ എന്തായിരുന്നു? അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. മറന്നുപോയോ എല്ലാവരും? അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടി ത്രൂ ഓൺലൈൻ ആയിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ പറഞ്ഞു ഒരു 68% ഓഫ് പേഷ്യൻസും പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുക എന്നുള്ളൊരു രീതിയാണ്. ഓക്കെ, അപ്പോൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടി ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ ഏതാണെന്നോ? ചാപ്റ്റർ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം 49. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം 49 കിട്ടിയോ? സോ ഫസ്റ്റ് കമ്പോണന്റ് ആയിരുന്നു അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കമ്പോണൻസ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഉപയോഗം എന്തായിരുന്നു? പേഷ്യന്റ് മാനേജ്മെന്റ്. അതിലെന്താ പഠിച്ചത്? പേഷ്യന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെയുള്ള സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പ് ഉണ്ടാകുന്നുണ്ട്. അതായത് അഡ്മിഷൻ എടുക്കുന്ന ഒരു പേഷ്യന്റ് അതേപോലെ ഡിസ്ചാർജ് ആകുന്നത് വരെ ചില അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ, ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഡിസ്ചാർജ് ആകുന്ന ടൈമിൽ ഡിസ്ചാർജിങ് സമ്മറി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിൽ അഡ്മിഷൻ എടുക്കുന്ന ടൈം മുതൽ ഡിസ്ചാർജ് ആകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നതിന് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ദെൻ തേർഡ് പോയിന്റ് എന്തായിരുന്നു? ഫെസിലിറ്റി മാനേജ്മെന്റ്. എന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ്? എന്തായിരുന്നു ഫെസിലിറ്റി മാനേജ്മെന്റിൽ പഠിച്ചത്? ബെഡ് അവൈലബിലിറ്റി, സ്റ്റാറ്റസ് ഓഫ് റൂം, അങ്ങനെയുള്ള സ്മൂത്ത് ഫെസിലിറ്റേറ്റ് ആയിട്ടുള്ളതാണ്.
ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട ഇപ്പൊ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയാൽ അതിനെന്താണ് ബെഡ് അവൈലബിൾ ആണോ അല്ലെങ്കിൽ റൂം അവൈലബിൾ ആണോ ഇത്തരം കാര്യങ്ങളുമായിട്ടുള്ള എൻക്വയറീസ് ഉണ്ടാകാം അല്ലെ പേഷ്യന്റിന്. അപ്പൊ അതിനുള്ള റിപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടി ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് ഒരൊറ്റ ഇന്റർഫേസിൽ നിന്നുകൊണ്ട് ഇപ്പൊ റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ അവർക്ക് എന്താണ് ഇതിനുള്ള മറുപടി പറയാനായിട്ട് കഴിയും. അപ്പൊ ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും എന്താണ് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്. ദെൻ ഫോർത്ത് വൺ എന്തായിരുന്നു? സ്റ്റാഫ് മാനേജ്മെന്റ്. സ്റ്റാഫ് മാനേജ്മെന്റ് എന്താണ് സ്റ്റാഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ അവര് വരുന്ന ടൈമാണ് അല്ലെങ്കിൽ പോകുന്ന ടൈമാണ് ഇത്തരം കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി പിന്നെ അവരുടെ ഡീറ്റെയിൽസ് ജോബുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതിനെല്ലാം എന്താണ് ഒരു ജസ്റ്റ് ഒരു ക്ലിക്കിലൂടെ നമുക്ക് ആ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. മുൻപായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? ഓവർസി HR ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, മുന്നായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇതിനെല്ലാം ഒരു ഫയൽ കീപ്പ് ചെയ്യണം വേണ്ടേ? ഒരു സ്റ്റാഫ് ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ് എല്ലാം ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി എന്താണ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതുവരെയല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റാഫ് മാനേജ്മെന്റ്. ഓക്കെ, ഫിഫ്ത്ത് വൺ നോക്കിക്കോളൂ, സപ്ലൈ മാനേജ്മെന്റ്. സപ്ലൈ മാനേജ്മെന്റ്. A hospital cannot afford to be short of medical supplies. Not having the medicine at the right time or a minor delay in refill can എന്താണ് സഫീന പേരെന്തായിരുന്നു? അവിടെ വരെയല്ലേ നമ്മൾ എടുത്തത് സ്റ്റാഫ് മാനേജ്മെന്റ്? അല്ല മാം, ഫിഫ്ത്ത് വൺ ഇതിൽ കാണുന്ന കോസ്റ്റ് എഫക്റ്റീവ്നെസ് അല്ലേ? എന്തോ ഫിഫ്ത്ത് വൺ സപ്ലൈ മാനേജ്മെന്റ് അല്ലേ? അപ്പൊ ഇതിൽ കാണുന്നില്ല, നമുക്ക് പേജിൽ 5 കാണുന്ന കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആ കാണുന്നത്. എല്ലാവർക്കും അങ്ങനെയാണോ? PDF മാറി കിടക്കുന്നു. സ്ക്രീനിലല്ലേ? ഓക്കെ, സ്ക്രീനിലെ കാര്യമാണോ നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ? അതെ, സ്ക്രീനിൽ കാണുന്നതാ പറയുന്നത്. സ്ക്രീനിൽ കാണുന്നത് അല്ലേ? ഓക്കെ. റിജോ സ്റ്റാഫ് മാനേജ്മെന്റ്, അത് കഴിഞ്ഞിട്ട് സപ്ലൈ മാനേജ്മെന്റ്. നെക്സ്റ്റ് പോയിന്റ് പേജ് നമ്പർ പറയാം. പേജ് നമ്പർ 4. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ, നോക്കിക്കോളൂ. A hospital cannot afford to be short of medical supplies. Not having the medicine at the right time or a minor delay in refill can lead to severe result. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താണ് മെഡിസിൻസിന്റെ സപ്ലൈസിന്റെ എന്താണ് ഷോർട്ടേജ് ഉണ്ടാകുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ എന്താണ് അവരെ അഫക്ട് ചെയ്യുന്ന, ഒരു ഹോസ്പിറ്റൽസിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ? അവർക്ക് എല്ലാ ടൈമിലും എന്താണ് മെഡിസിൻ അവൈലബിൾ ആയിരിക്കണം. ഹോസ്പിറ്റലിന് എന്തെല്ലാം കാര്യങ്ങൾ വേണോ, എക്യുപ്മെന്റ് ആണെങ്കിലും മറ്റ് സപ്ലൈസ് ആണെങ്കിലും എല്ലാം ടൈമിൽ എന്താണ് അവൈലബിൾ ആയിരിക്കണം. അതേപോലെ തന്നെ റൈറ്റ് ടൈമിൽ എന്താണ് റൈറ്റ് ടൈമിൽ എന്താണ് റൈറ്റ് മെഡിസിൻസ് അല്ലെങ്കിൽ സപ്ലൈസ് അവൈലബിൾ ആയിരിക്കണം. അതൊരു ഹോസ്പിറ്റൽസിന്റെ റിസൾട്ടിനെ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇമേജിനെ ബാധിക്കുന്ന കാര്യമാണ്. ദ സപ്ലൈ മാനേജ്മെന്റ് ഫാക്ടർ ഓഫ് ദി HMS ട്രാക്സ് ദ അവൈലബിലിറ്റി ഓഫ് മെഡിക്കൽ സ്റ്റോക്സ്. സോ ഇത്തരത്തില് എന്താണ് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് മിസ്സിന് അതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. PDF കാണുന്നില്ല ഇപ്പോ. കാണുന്നില്ല. ഓക്കെ. നോക്കാം, മേ ബി നെറ്റ് ഇഷ്യൂ ആയിരിക്കാം കേട്ടോ. PDF കാണുന്നുണ്ടോ? ഇല്ല മിസ്, മൊത്തം കട്ടായി പോയി ഇപ്പോ. അതെ. നമുക്ക് നോക്കാം, എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കുള്ളൂ. റിജോ PDF കാണുന്നില്ലല്ലോ? നിന്റെ കയ്യിൽ PDF ഉണ്ടോ? ഉണ്ട് മിസ്. ഓക്കെ, അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? ചെയ്തു. കേട്ടിരുന്നോളൂ കേട്ടോ, കേട്ടിരുന്നോളൂ.
അപ്പൊ നമ്മൾ 5th പോയിന്റ് ആണ് സപ്ലൈ മാനേജ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സപ്ലൈ മാനേജ്മെന്റിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഒരു ഹോസ്പിറ്റൽസിന് ആവശ്യമായ എല്ലാ സപ്ലൈസും മെഡിസിൻ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് എക്യുപ്മെന്റ്സ് ആണെങ്കിലും എന്താണ് അവൈലബിൾ ആയിരിക്കണം. റൈറ്റ് ടൈമിൽ എപ്പോഴാണ് ആവശ്യം വരുന്നത് ആ സമയത്തേക്ക് അവൈലബിൾ ആയിരിക്കണം. അത് ഡിലേ ആകുക, നമുക്ക് എന്താണ് ഇപ്പൊ മെഡിസിൻ വേണം, അത് ഡിലേ ആകുക, അത് റീഫില്ല് ചെയ്യാനായിട്ട് വീണ്ടും സ്റ്റോക്ക് ചെയ്യാനായിട്ട് ഡിലേ ആകുക എന്നൊക്കെ പറയുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന, അതിന്റെ ഇമേജിനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. സോ ഇത്തരത്തിലുള്ള ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി എന്താണ് ഈ ഒരു സപ്ലൈ മാനേജ്മെന്റ് ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഹെൽപ്സ് യു ഡിറ്റർമിൻ ഓക്കെ PDF വന്നിട്ടുണ്ട്, ക്ലിയർ അല്ലേ ഇപ്പോ? It helps you determine the minimum quantity of supplies required without any hassle. Okay, it records the purchase date, quantity consumed and supplier easier. ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ എന്താണ് ഒരു സപ്ലയറിൽ നിന്നും മെഡിസിൻസ് അല്ലെങ്കിൽ സപ്ലൈസ് പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, ഇതെല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാണ് പർച്ചേസ് ചെയ്തത്, എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഏത് സപ്ലയറിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി എന്താണ് ട്രാക്ക് ചെയ്യാനായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. സോ ഒരു നെക്സ്റ്റ് ടൈം ഇനി എന്നാണ് പർച്ചേസ് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങൾ എന്താണ് ഈ ഹോസ്പിറ്റൽ അതോറിറ്റീസിനെ റിമൈൻഡ് ചെയ്യിക്കാനായിട്ട്, ഓർമ്മപ്പെടുത്താനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാ റെക്കോർഡ് ചെയ്യുന്നത്, പർച്ചേസ് ഡേറ്റ്, അതേപോലെ ക്വാണ്ടിറ്റി, നമ്മൾ പർച്ചേസ് ചെയ്ത ക്വാണ്ടിറ്റി ആൻഡ് സപ്ലയറിന്റെ ഡീറ്റെയിൽ. ഓക്കെ, ആരിൽ നിന്നാണോ ഇത്തരം നമ്മൾ മെഡിസിൻസ് ഒക്കെ വാങ്ങുന്നത് ആ സപ്ലയറിന്റെ ഡീറ്റെയിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ദിസ് വേ യു ക്യാൻ കാൽക്കുലേറ്റ് ഓർ ഫോർകാസ്റ്റ് ദ നെക്സ്റ്റ് പർച്ചേസ് ആൻഡ് റീഓർഡർ ബിഫോർ ദ സ്റ്റോക്ക് ഗോസ് ഷോർട്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ എന്താണ് നമുക്ക് ഇനി എന്നാണ് പർച്ചേസ് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇനി എന്നാണ് സ്റ്റോക്ക് റീഫില്ല് ചെയ്യേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നേരത്തെ മുൻകൂട്ടി എന്താണ് അറിയാനായിട്ട് കഴിയുന്നതാണ്. It also provides the details of the medicine available so that doctors can prescribe the ones in stock. ഇനി ഡോക്ടേഴ്സിന് എങ്ങനെയാണ് ഈ സപ്ലൈ മാനേജ്മെന്റ് ഈ ഒരു സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നത്, സപ്ലൈ മാനേജ്മെന്റിന് വേണ്ടി ഈ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഒരു ഡോക്ടറെ ഹെൽപ്പ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കാം, ഡോക്ടറാണ് നമുക്ക് മരുന്നെല്ലാം പ്രിസ്ക്രൈബ് ചെയ്തു തരുന്നത് അല്ലേ, അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മരുന്ന് ഏതാണ് അത് നോക്കി ഡോക്ടേഴ്സിന് എന്താണ് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ആ രീതിയിൽ എന്താണ് ഈ സോഫ്റ്റ്വെയർ ഡോക്ടേഴ്സിനെ ആണെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ സപ്ലൈ മാനേജ്മെന്റ്? അപ്പൊ അതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഏതൊക്കെയാ, സപ്ലൈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസിന് ആവശ്യമായ മെഡിസിൻസ് അതേപോലെ തന്നെ എക്യുപ്മെന്റ്സുകൾ മറ്റുപകരണങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്നതിനും റീഫില്ല് ചെയ്യുന്നതിനും വേണ്ടി എന്താണ് റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. എത്ര ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഏത് ഡേറ്റിലാണ് പർച്ചേസ് ചെയ്തത്, ഏത് സപ്ലയറിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്, ഇനി എന്നാണ് പർച്ചേസ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങൾ റിമൈൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡോക്ടേഴ്സിന് ഏത് രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഏത് രീതിയിലാ, ഏത് മരുന്നാണോ ഏത് മെഡിസിൻ ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ സപ്ലൈ മാനേജ്മെന്റ്? ഓക്കെ, 6th വൺ നോക്കിക്കോളൂ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. സോ എന്താണ് സപ്ലൈ മാനേജ്മെന്റ് എന്താണ് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി സപ്ലൈസ് മെഡിസിൻസ് എന്താണ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? The financial management factor of an HMS deals with the financial affairs of your hospital. അതായത് ഒരു HMSന്റെ എന്താണ് ഹെൽപ്പോട് കൂടി ഹോസ്പിറ്റൽസിന്റെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾ എന്താണ് ഡീൽ ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. It evaluates, stores and presents the billing information to the patient. എന്തൊക്കെയായിരിക്കാം, പേഷ്യന്റിന്റെ ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിനും അതേപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനും ഈ സോഫ്റ്റ്വെയറിലൂടെ കഴിയുന്നതാണ്. ഇൻ അഡീഷൻ ടു ദിസ്, ഇത് കൂടാതെ ഇതോടൊപ്പം തന്നെ എന്താണ് ഇറ്റ് ഓൾസോ റെക്കോർഡ്സ് ദ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ ഹോസ്പിറ്റൽ, റവന്യൂ ഡാറ്റ ആൻഡ് അതർ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഓഫ് ദി ഹോസ്പിറ്റൽ. പേഷ്യന്റിന്റെ എൽസ മ്യൂട്ട് ചെയ്തോളൂ, എൽസ മ്യൂട്ട് ചെയ്യൂ.
എന്താണ് ബില്ലിംഗ് മാത്രമല്ല, ഒരു പേഷ്യന്റിന്റെ ബില്ലിംഗുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾ കൂടാതെ അതോടൊപ്പം തന്നെ എന്താണ് ഹോസ്പിറ്റൽസിന്റെ എക്സ്പെൻസ്, ചെലവുമായി ബന്ധപ്പെട്ട കണക്കുകൾ, അതേപോലെ തന്നെ റവന്യൂ ഡാറ്റ, വരുമാനവുമായി ബന്ധപ്പെട്ട ഡാറ്റാസ്, ഓക്കെ, മറ്റ് ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഇതെല്ലാം എന്താണ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? സോ ബില്ലിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിന് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹോസ്പിറ്റൽസിന്റെ വരവും ചെലവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് അത്തരം ഡാറ്റാസ് റെക്കോർഡ് ചെയ്യുന്നതിനും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. Then this consolidation saves you the trouble of analyzing an enormous pile of record books. സോ ഇതിന് മുന്നത്തെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിന് മുൻപ് ഏത് രീതിയിലായിരുന്നു ഇത്തരം ഡാറ്റാസ് സ്റ്റോർ ചെയ്തിരുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിരുന്നത്? ഏത് രീതിയിലായിരുന്നു? എങ്ങനെയായിരുന്നു? ബുക്കുകളിലാണ് സ്റ്റോർ ചെയ്തിരുന്നത് അല്ലെ? അപ്പൊ ഒരു ബണ്ടിൽ ഓഫ് ബുക്സ് ഉണ്ടായിരിക്കും. ഒരു കാര്യം നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ അത്രയും എന്താണ് ഇനോർമസ് ഫയൽ എന്ന് പറയുന്നത് ഒരു ഫയലിന്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിരിക്കും അല്ലെ? അതിൽ നിന്ന് വേണം നമ്മൾ ഇത് കണ്ടെത്താനായിട്ട്, ഏത് ഫയലാണെന്ന് കണ്ടെത്തി ആ ഒരു ഡാറ്റ ചെക്ക് ചെയ്യണമെങ്കിൽ വേണ്ടേ? സോ ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമുക്കൊരു ഡാറ്റ ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ മതി അല്ലേ? പെട്ടെന്ന് തന്നെ ആ ഡാറ്റ അവൈലബിൾ ആയിരിക്കുന്നതാണ്. സോ ഈ ബണ്ടിൽ ഓഫ് എന്താണ് ഫയലുകൾ തപ്പുന്നത്, ആ ഒരു ഇഷ്യൂസ് എന്താണ് സോൾവ് ചെയ്യുന്നതിന് ഈ ഒരു സോഫ്റ്റ്വെയർ ഹെൽപ്ഫുൾ ആണ്. ക്ലിയർ ആണോ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. Then insurance management. And HMS insurance management. Okay. റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ റിജു? Insurance management. Okay. And HMS insurance management components, records and stores patient insurance detail. On requirement, it presents the policy number, insurance company and other related information. The software makes it easy to retrieve these details, making insurance validation easier. ഇനി ഹോസ്പിറ്റൽസിൽ എത്തുന്ന പേഷ്യന്റിന്റെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് റെക്കോർഡ് ചെയ്യുന്നതിനും സ്റ്റോർ ചെയ്യുന്നതിനും എന്താണ് ഈ ഇൻഷുറൻസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എപ്പോഴാണോ ഈ ഡാറ്റാസ് ആവശ്യമായിട്ട് വരുന്നത് ആ സമയത്ത് ഇത് റിട്രീവ് ചെയ്യുന്നതിനും ഈ ഒരു സോഫ്റ്റ്വെയർ ആ ഹോസ്പിറ്റൽ അതോറിറ്റീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? പോളിസി നമ്പർ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഇൻഷുറൻസ് കമ്പനിയുടെ പേര്, അല്ലെങ്കിൽ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ എപ്പോഴാണ് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ റിട്രീവ് ചെയ്തെടുക്കുന്നതിന് ഈ ഒരു സോഫ്റ്റ്വെയർ എന്താണ് യൂസ്ഫുൾ ആണ്. ക്ലിയർ ആണോ? ഇൻഷുറൻസ് മാനേജ്മെന്റ്. സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ എന്താ പഠിച്ചത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്തായിരുന്നു? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്തെല്ലാം കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്? എന്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനാ? ഹോസ്പിറ്റൽസിലെ എന്താണ് ഫിനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ബില്ലിംഗ് ആയിക്കോട്ടെ, പേഷ്യന്റിന്റെ ബില്ലിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എന്താ ഹോസ്പിറ്റൽസിന്റെ റവന്യൂ അല്ലെങ്കിൽ എക്സ്പെൻസ്, വരവ് ചെലവ് ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നതിനും ഇവാലുവേറ്റ് ചെയ്യുന്നതിനും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇൻഷുറൻസ് മാനേജ്മെന്റ് ആണെങ്കിലോ? ഇൻഷുറൻസ് മാനേജ്മെന്റ് ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, പേഷ്യൻസിന്റെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. പേഷ്യന്റിന്റെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഡീൽ ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് 8th വൺ നോക്കിക്കോളൂ, ലബോറട്ടറി മാനേജ്മെന്റ്. The laboratory management features show the detail of different lab tests patients take. It provides reports when needed and maintain all records collectively. The doctors can easily access it. It also notifies the doctor and the patient when the results are ready.
ഇനി ലബോറട്ടറി ലാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിനും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ അത്? നമ്മൾ ലാബിൽ ചെന്നാൽ ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ അതിന്റെ റിസൾട്ട് കാണിക്കുന്നതിന് വേണ്ടി, റിസൾട്ട് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റാസും കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതിന് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്, നമ്മൾ മുൻപായിരുന്നെങ്കിൽ നമ്മൾ ലാബിൽ ചെല്ലാം, അതിന്റെ റിസൾട്ട് കിട്ടും, ആ ഫയലുമായിട്ട് ഡോക്ടറിനെ കാണുക, ഇനി ആ ഡോക്ടർ എന്താണ് ആ ഫയൽ മറിച്ച് നോക്കുക, ആ രീതിയിലായിരുന്നു ഒരു സിസ്റ്റം ഉണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ഫയലൊക്കെ മിസ്സായി പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഡോക്ടറിന്റെ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ ഡോക്ടറിന് എന്താണ് ഈ ഫയലുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്താണ് ചെക്ക് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? ഈസിലി ആക്സസ് ചെയ്യാനായിട്ട്, ആ ഡാറ്റയിലേക്ക് ഈസിലി എത്തിച്ചേരാനായിട്ട് എന്താണ് ഡോക്ടേഴ്സിന് കഴിയുന്നതാണ്. ഓക്കെ, ഇതേപോലെ തന്നെ പിന്നെന്താണ് നോട്ടിഫിക്കേഷനും. ഇപ്പോ ടെസ്റ്റിന്റെ റിസൾട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ അതെന്താണ് നോട്ടിഫൈ ചെയ്യാനായിട്ടും എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ലബോറട്ടറി മാനേജ്മെന്റ്, ലാബിലെ ടെസ്റ്റുമായി ബന്ധപ്പെട്ട, പേഷ്യന്റ് എടുക്കുന്ന ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്താണ് സ്റ്റോർ ചെയ്യുന്നതിനും അത് ആവശ്യമുള്ള സമയത്ത് അതിലേക്ക് ആക്സസ് ചെയ്യുന്നതിനും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. And the 9th one ആണ് report management. Report management. Report management module records and stores all the reports generated by the hospital. അതായത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ എല്ലാ രേഖകളും റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. റെക്കോർഡ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്നതിനും, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ട്സുകളും സ്റ്റോർ ചെയ്യുന്നതിനും അത് റെക്കോർഡ് ചെയ്യുന്നതിനും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. In the case of financial report, it verifies performance metrics to check the business profitability. It also provides a comparison between performance reports for different years. An authorized person can access the reports at any time. Besides, you can use healthcare dashboards to present in an easy to read format. Okay. അപ്പോൾ ഹോസ്പിറ്റൽസിലെ എല്ലാ റിപ്പോർട്ടുകളും സ്റ്റോർ ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ, സാമ്പത്തികപരമായിട്ടുള്ള റിപ്പോർട്ടുകൾ വെരിഫൈ ചെയ്യാനായിട്ട്, വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ഏത് രീതിയിലാണ്? ഹോസ്പിറ്റല് പ്രോഫിറ്റിലാണോ റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ലോസിലാണോ, ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി, വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് ഓൾസോ പ്രൊവൈഡ് കമ്പാരിസൺ, കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി, അതായത് മുന്നത്തെ വർഷത്തെ എക്സ്പെൻസ് എന്തായിരുന്നു, ഈ വർഷത്തെ എക്സ്പെൻസ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് മുന്നത്തെ വർഷത്തെ, കഴിഞ്ഞ വർഷം പ്രോഫിറ്റ് ആയിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്, ഈ വർഷത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി, കമ്പാരിസന് വേണ്ടിയും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏതാണ് ഒരു ഓതറൈസ്ഡ് പേഴ്സണ് മാത്രമാണ് ഇതിലേക്ക് ഈ റിപ്പോർട്ടിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ക്ലിയർ ആണോ? അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾക്ക് മാത്രമാണ് ഈ ഒരു ഡാറ്റാസ് ചെക്ക് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്, ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ്, അതായത് ഹോസ്പിറ്റൽസിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഡാറ്റ, അത്തരം റിപ്പോർട്ടുകൾ എന്താണ് റീഡ് ചെയ്യാനായിട്ട് ഈസി ഫോർമാറ്റിൽ റീഡ് ചെയ്യാനായിട്ടുള്ള എന്താണ് ഒരു വിഷ്വൽ ടൂൾ ആയിട്ട് ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് ആയിട്ട് എന്താണ് ഈ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നുണ്ട്. ബെഡ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അതിനുള്ള ആൻസർ അപ്പൊ തന്നെ അവിടെ വരും. അപ്പൊ ഈസിലി അത് റീഡ് ചെയ്യാൻ കഴിയുന്ന, ഇൻഫർമേഷൻസ് ഈസിലി പാസ് ചെയ്യാൻ കഴിയുന്ന ഒരു വിഷ്വൽ ടൂൾ ആയിട്ടും ഈ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? റിപ്പോർട്ട് മാനേജ്മെന്റ് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്? റിപ്പോർട്ട് മാനേജ്മെന്റ് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്? എന്തൊക്കെയാണ്? ഹോസ്പിറ്റലിലെ പ്രോഫിറ്റബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ട് വെരിഫൈ ചെയ്യാനും സഹായിക്കുന്നു. പ്രോഫിറ്റ് ആണോ, റെക്കോർഡ് കീപ്പ് ചെയ്യാനായിട്ട്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡും കീപ്പ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ വെരിഫൈ ചെയ്യാനായിട്ട്, എന്ന് പറഞ്ഞാൽ എന്താ, ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ വെരിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഹോസ്പിറ്റൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ബിസിനസ് പ്രോഫിറ്റബിൾ ആണോ അല്ലെങ്കിൽ എന്താണ് ലോസിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ വർഷത്തെ ഇൻകം ഈ വർഷത്തെ ഇൻകവുമായി കമ്പയർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ എക്സ്പെൻസുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈസിലി നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷ്വൽ ടൂൾ ആയിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്തായിരുന്നു, ഒരു ഓതറൈസ്ഡ് പേഴ്സണ് മാത്രമാണ് ഈ ഡാറ്റാസിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ.
ക്ലിയർ ആണോ? റിപ്പോർട്ട് മാനേജ്മെന്റ്. ദെൻ 10th വൺ നോക്കിക്കോളൂ, വാക്സിനേഷൻ മാനേജ്മെന്റ്. വാക്സിനേഷൻ മാനേജ്മെന്റ്. A vaccination model keeps tracks of all the completed or upcoming vaccination. It updates you about upcoming vaccinations and books a slot with the doctor. It also sends timely reminders to parents to make sure they don't miss the slot. ഇനി വാക്സിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയും ഈ ഒരു സിസ്റ്റം, കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണ്? എത്ര വാക്സിൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇനി എത്ര വാക്സിൻ ആണ് എടുക്കാനുള്ളത്, ഇനി എന്നാണ് എടുക്കാനുള്ളത്, ഓക്കെ, അതുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റ്, ഡോക്ടറെ കാണുന്നതിനുള്ള അപ്പോയിന്റ്മെന്റ് എന്നാണ് എടുക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ പാരന്റ്സിന് റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി, ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ഈ സോഫ്റ്റ്വെയർ എന്താണ് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടായിരുന്നു, നോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മുടെ മൊബൈലിലോട്ടും വരാറില്ല. ഇപ്പൊ കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാറുണ്ട് അല്ലെ? അതേപോലെ തന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളെ എന്താണ് മുൻകൂട്ടി ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻസ് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി പാരന്റ്സിന് എന്താണ് ലഭിക്കുന്നതാണ്. സോ ആ രീതിയിൽ എന്താണ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? വാക്സിനേഷൻ മാനേജ്മെന്റ്. ഓക്കെ, ഡ്യൂ ഡേറ്റ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്, ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തെ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ, സപ്പോർട്ട് മാനേജ്മെന്റ്. സപ്പോർട്ട് മാനേജ്മെന്റ്. സപ്പോർട്ട് മാനേജ്മെന്റിൽ എന്താ പറയുന്നത്? Patient satisfaction is one of the importance for any hospital. Okay, ഏതൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും പേഷ്യന്റ് എന്താണ് ഹോസ്പിറ്റലിൽ വന്നാല് സാറ്റിസ്ഫാക്ഷനോട് കൂടി വേണം മടങ്ങാനായിട്ട് അല്ലെ? അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. സ്ക്രോൾ ചെയ്യാൻ ഓക്കെ, റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ റിജു? നെക്സ്റ്റ് പേജ്. സപ്പോർട്ട് മാനേജ്മെന്റ് കേട്ടിരിക്കൂ. സപ്പോർട്ട് മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ദിസ് സെഗ്മെന്റ് റെക്കോർഡ്സ് ഡാറ്റ ലൈക്ക് എൻക്വയറീസ്, കംപ്ലൈൻസ്, റിക്വസ്റ്റ് ആൻഡ് ഫീഡ്ബാക്ക് ഫ്രം പേഷ്യൻസ്. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് മാനേജ്മെന്റിന്റെ ഹെൽപ്പോട് കൂടി എന്തൊക്കെ കാര്യങ്ങൾ അത് ചെയ്യുന്നത്? ഈ സോഫ്റ്റ്വെയർ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് പേഷ്യന്റിൽ നിന്നുള്ള റെക്കോർഡ്സ്, ഐ മീൻ എൻക്വയറീസ്, ഓക്കെ, അന്വേഷണങ്ങൾ അല്ലെങ്കിൽ കംപ്ലൈൻസ്, റിക്വസ്റ്റ്, അതും അല്ലെങ്കിൽ ഫീഡ്ബാക്സ് ഒക്കെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സിസ്റ്റത്തെ യൂസ് ചെയ്യുന്നുണ്ട്. It also ensures that they handle these requests and problems appropriately and at the earliest. ഇനി കംപ്ലൈന്റ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എൻക്വയറീസ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ അതിന് ഒരു ആൻസർ കൊടുക്കാനായിട്ട് ഈ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് കഴിയുന്നതാണ്. You can make automatic the feedback collection process to reduce the staff job load and everyone could fill out the feedback form. Okay, ഇനി ഫീഡ്ബാക്ക് ഒക്കെ എന്താണ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി. അതുകൊണ്ട് തന്നെ സ്റ്റാഫുകളുടെ എന്താണ് ജോബ്, അവരുടെ ആ വർക്ക് ലോഡ് എന്താണ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സാധാരണ ഒരു ഫോമുമായിട്ട് പേഷ്യന്റിന്റെ അടുത്ത് പോകുക, അവരുടെ ഫീഡ്ബാക്ക് എന്താണെന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്യണം വേണ്ടേ? ആ ഒരു ഫോമാറ്റ് ആയിരുന്നു, ആ ഒരു രീതി ആയിരുന്നു അല്ലെ? ഇപ്പൊ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി എന്താണ് ഡയറക്റ്റ് ആയിട്ട് പേഷ്യന്റിൽ നിന്നും ഇൻഫർമേഷൻസ്, അതുമായി ബന്ധപ്പെട്ട ഫീഡ്ബാക്സുകൾ കളക്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. നമ്മൾ സ്വിഗ്ഗിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്താൽ അത് ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കാറില്ലേ, സ്റ്റാർ കൊടുക്കാറില്ലേ? അപ്പൊ ആ ഒരു അത്തരത്തിൽ എന്താണ് ആ ഒരു രീതി, ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ഈ രീതിയിൽ പേഷ്യന്റിൽ നിന്നും എന്താണ് ഇത്തരം ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? അപ്പോ ഇത്രയും 11 ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യാനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഓക്കെ, ഏതൊക്കെയായിരുന്നു ആ 11 പോയിന്റ്സ്, കമ്പോണൻസ് ഏതൊക്കെയാ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. ഓക്കെ, സെക്കൻഡ് വൺ എന്തായിരുന്നു?
ഏതൊക്കെയാ കമ്പോണൻസ്? ഏതൊക്കെയാ? 11 കമ്പോണൻസ് നമ്മൾ പഠിച്ചു അല്ലേ? സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട എന്താണ് കമ്പോണൻസ്? 11 കമ്പോണൻസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? വേഗം വേഗം പറയൂ. appointment management, patient management, facility management, staff management, supply management, financial management, insurance management, laboratory management and report management, vaccination management, support management. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ 11 എല്ലാവർക്കും ഓക്കെ അല്ലേ? അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള എന്താണ് സോഫ്റ്റ്വെയർ ഏത് രീതിയിലേക്കാണ് ഉപയോഗിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സപ്ലൈ മാനേജ്മെന്റും ഫിനാൻഷ്യൽ മാനേജ്മെന്റും പിന്നെ ഏതായിരുന്നു? ഇൻഷുറൻസ് മാനേജ്മെന്റ്, ലബോറട്ടറി മാനേജ്മെന്റ്, റിപ്പോർട്ട് മാനേജ്മെന്റ്, വാക്സിനേഷൻ മാനേജ്മെന്റ് ആൻഡ് സപ്പോർട്ട് മാനേജ്മെന്റ്, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ബെനഫിറ്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്, അത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാമാണ്? ഓക്കെ, ബെനിഫിറ്റ് ഓഫ് എ ഹോസ്പിറ്റൽ. ഓക്കെ, റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ റിജോ? ബെനിഫിറ്റ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. നോക്കാം കേട്ടോ. അപ്പൊ പറയൂ, സപ്പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ എന്താ പഠിച്ചത്? സപ്ലൈ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ എന്താ പഠിച്ചത്? വേഗം പറയൂ. സപ്ലൈ മാനേജ്മെന്റ് എന്തായിരുന്നു? സപ്ലൈയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മെഡിസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് മാനേജ് ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് അല്ലെ? അതിനുവേണ്ടി സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ്? അവൈലബിലിറ്റി ഓഫ് മെഡിക്കൽ സ്റ്റോക്സ്. മെഡിക്കൽ സ്റ്റോക്സുകളുടെ അവൈലബിലിറ്റി ട്രാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഡാറ്റാസ് ആണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് അതില്? പർച്ചേസ് ഡേറ്റ്, ക്വാണ്ടിറ്റി കൺസ്യൂമർ, സപ്ലയർ ഡീറ്റെയിൽസ്. എന്താണ്? പർച്ചേസിന്റെ ഡേറ്റ്, അവരിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അല്ലെ? സപ്ലയറിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ പിന്നെന്തായിരുന്നു ഒരു പോയിന്റ്? ക്വാണ്ടിറ്റി അല്ലെ? എത്രത്തോളം നമ്മൾ പർച്ചേസ് ചെയ്തു അതിന്റെ ക്വാണ്ടിറ്റിയും എന്താണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ? എന്താണ്? ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? ഡോക്ടേഴ്സിന് എന്താണ് പ്രിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അതല്ലാതെ നെക്സ്റ്റ് പർച്ചേസിംഗ് ഡേറ്റ് എന്നാണ്, ഇനി സ്റ്റോക്ക് എന്നാണ് റീഫില്ല് ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി ഓർമ്മപ്പെടുത്താനായിട്ട് എന്താണ് അതിനുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ക്ലിയർ ആണല്ലോ? റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ റിജോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? Financial affairs in a hospital to evaluate, store and present the billing information to the patient. ബില്ലിംഗ് ഇൻഫർമേഷൻസ്, ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി, റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി, ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയെല്ലാം ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹോസ്പിറ്റൽസിന്റെ റവന്യൂ, എക്സ്പെൻസ്, ഇത്തരം കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ഈ ഒരു സിസ്റ്റത്തെ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്തായിരുന്നു? നെക്സ്റ്റ് മാനേജ്മെന്റ് ഏതാ? നെക്സ്റ്റ് മാനേജ്മെന്റ് ഏതായിരുന്നു? ഇൻഷുറൻസ് മാനേജ്മെന്റ്. എന്തായിരുന്നു ഇൻഷുറൻസ് മാനേജ്മെന്റില്? ഇൻഷുറൻസ് മാനേജ്മെന്റ് പേഷ്യന്റിന്റെ ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പേഷ്യന്റിന്റെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സിസ്റ്റത്തെ ഉപയോഗിക്കുന്നുണ്ട്. എപ്പോഴാണോ ആ ഡാറ്റാസ് ആവശ്യമായി വരുന്നത് അപ്പോഴെല്ലാം റിട്രീവ് ചെയ്യുന്നതിന് വേണ്ടിയും ഈ ഒരു സോഫ്റ്റ്വെയറിനെ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് 8th വൺ എന്തായിരുന്നു? ലബോറട്ടറി മാനേജ്മെന്റ്. എങ്ങനെയാ ഉപയോഗിക്കുന്നത് ലബോറട്ടറി മാനേജ്മെന്റിന് വേണ്ടി? എങ്ങനെയാണ്?
ടെസ്റ്റ് ചെയ്ത റിസൾട്ടുകൾ കീപ്പ് ചെയ്യാനും ആവശ്യമുള്ള സമയത്ത് അത് ആക്സസ് ചെയ്യാനും സഹായിക്കും. ഡോക്ടേഴ്സിന് അതെന്താണ് എപ്പോ വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പൊ റെക്കോർഡുകൾ, ഇത്തരത്തിലുള്ള ലാബ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി, സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഈ സിസ്റ്റത്തെ ഉപയോഗിക്കുന്നു. ആൻഡ് റിപ്പോർട്ട് മാനേജ്മെന്റ്. റിപ്പോർട്ട് മാനേജ്മെന്റ് എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽസിലെ കീപ്പ് ചെയ്യാനും പ്രോഫിറ്റബിലിറ്റി ചെക്ക് ചെയ്യാനും പിന്നെ കമ്പാരിസന് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ റെക്കോർഡുകളും കീപ്പ് ചെയ്യുന്നത് എന്താണ്? ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടിയാണ്. അതേപോലെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ കീപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ കീപ്പ് ചെയ്യുന്നത്? ഹോസ്പിറ്റൽസിന്റെ പ്രോഫിറ്റബിലിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി. അതേപോലെ തന്നെ ലാസ്റ്റ് വർഷത്തെയും ഈ വർഷത്തെയും എന്താണ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകം ഇതെല്ലാം കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി. പിന്നെന്തായിരുന്നു? ഈസിലി റീഡ് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, അതേപോലെ തന്നെ ഓതറൈസ്ഡ് പേഴ്സണ് മാത്രമാണ് ഈ ഒരു ഡാറ്റയിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ക്ലിയർ ആണല്ലോ? ആൻഡ് ദ 10th one വാക്സിനേഷൻ മാനേജ്മെന്റ്. എന്താണ് വാക്സിനേഷൻ മാനേജ്മെന്റ്? വാക്സിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എന്നാണ് വാക്സിൻ എടുത്തത്, ഇനി നെക്സ്റ്റ് വാക്സിൻ എന്നാണ് എടുക്കേണ്ടത്, അതിനുവേണ്ടി ഡോക്ടറിനെ ബുക്ക് ചെയ്യേണ്ടത്, അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത് എന്നാണ്, ഇത്തരം കാര്യങ്ങൾ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ആൻഡ് ലാസ്റ്റ് വൺ സപ്പോർട്ട് മാനേജ്മെന്റ്. എന്തായിരുന്നു സപ്പോർട്ട് മാനേജ്മെന്റ്? സപ്പോർട്ട് മാനേജ്മെന്റ് എന്തിനൊക്കെ വേണ്ടിയാ സപ്പോർട്ട് ചെയ്യുന്നത്? പേഷ്യന്റിൽ നിന്നും എന്താണ് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി. അതായത് എൻക്വയറീസ് ആണെങ്കിലും കംപ്ലൈൻറ്റ്സ് ആണെങ്കിലും ഫീഡ്ബാക്ക് ആണെങ്കിലും ഇത്തരം ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയറിലൂടെ കഴിയുന്നതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ഇതിനുള്ള റിപ്ലൈ കൊടുക്കാനും ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി കഴിയുന്നതാണ്. സോ നെക്സ്റ്റ് വൺ ആണ് ബെനിഫിറ്റ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. എടുത്തോട്ടെ ഞാനത്. PDF കയ്യിലില്ലാത്തവർ കേട്ടിരിക്കൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിച്ചാൽ മതി. ബെനിഫിറ്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ബെനിഫിറ്റ് ആണ് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ. ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദി ഹോസ്പിറ്റൽ. ഓക്കെ, എന്താണ്? ഹോസ്പിറ്റലും പേഷ്യന്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയായിരിക്കാം, ഏതെല്ലാം രീതിയിലായിരിക്കാം ഈ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? നോക്കിക്കോളൂ. 59% of millennials are willing to switch doctors for better online access. അതായത് മില്ലനിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ എന്താണ് ഈ സോഷ്യൽ മീഡിയ അതേപോലെ സ്മാർട്ട് ഫോൺ ഒക്കെ വരുന്നതിന് മുന്നേ ഉള്ള ഒരു ജനറേഷൻ ഉണ്ടല്ലോ, ആ ജനറേഷനും എന്താണ് പ്രിഫർ ചെയ്യുന്നത്? അതിൽ 59% ഓഫ് പേഷ്യന്റും പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ഓൺലൈൻ ആക്സസ് ആണ്. അതായത് ഓൺലൈനിലൂടെ ഡോക്ടറെ കാണുക അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കുക, ആ ഒരു മെത്തേഡാണ് അവരും പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് HMS will enhance communication between patients and hospitals by allowing patients to approach their medical records, book appointments, receive reminders and communicate online with their doctors and nurses. ഓക്കെ, അപ്പൊ ഇത്തരത്തില് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നതിനും അതേപോലെ മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനും പേഷ്യന്റിന് അല്ലെങ്കിൽ ഡോക്ടറെ കാണുന്നതിനുമെല്ലാം ഈ ഒരു ഓൺലൈൻ ത്രൂ കഴിയുന്നത് കൊണ്ട് തന്നെ പേഷ്യന്റും ഹോസ്പിറ്റലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. You will have enhanced patient engagement, a reduction in waiting times and improved patient satisfaction. ഇതുകൊണ്ട് പേഷ്യന്റിന് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കാം? അധിക സമയം എന്താണ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇപ്പൊ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് അധിക സമയം എന്താണ് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല, അല്ലെ, വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതേപോലെ ഹോസ്പിറ്റലിൽ വന്ന് സാറ്റിസ്ഫാക്ഷനോടുകൂടി മടങ്ങാനായിട്ട് അവർക്ക് കഴിയുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദി ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലും പേഷ്യന്റുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് എന്താണ് ഈ ഒരു സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ ഇതുവഴി നമുക്ക് എന്താണ്
ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്, ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്, അതേപോലെ അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്ന പേഷ്യന്റിന് എന്താണ് വെയിറ്റിംഗ് ടൈം ആയിട്ട് കുറെ അധികം സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. പിന്നെന്തായിരുന്നു, ഡോക്ടറുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെന്താണ്, സാറ്റിസ്ഫാക്ഷനോട് കൂടി എന്താണ് ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങാവുന്നതാണ്. ആൻഡ് ദ സെക്കൻഡ് ബെനിഫിറ്റ് ആണ് സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. HMS helps you maintain hospital data safe and secure. You can control and provide access to authorized personnel only. Make sure to look HIPAA compliant software for PHI security. HIPAA എന്ന് പറഞ്ഞാൽ HIPAA, HIPAA. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. Health Insurance Portability and Accountability Act. HIPAA, HIPAA, HIPAA. Health Insurance Portability and Accountability Act. Health Insurance Portability, PORTABILITY, Portability and Accountability, ACCOUNTABILITY, Accountability Act. Then PHI security കണ്ടോ ഇതില്, PHI stands for Protected Health Information. Protected Health Information. Protected Health Information. നോട്ട് ചെയ്തോ? ഓക്കെ, ഇനി നോക്കിക്കോളൂ. എന്താണ് HMS ഹെൽപ്സ് യു ടു മെയിൻറ്റെയിൻ ഹോസ്പിറ്റൽ ഡാറ്റ സേഫ് ആൻഡ് സെക്യൂർഡ്. എന്താണ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഈ രീതിയിൽ കളക്ട് ചെയ്യപ്പെടുന്ന പേഷ്യന്റിന്റെ എല്ലാ ഡാറ്റാസും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, യു ക്യാൻ കൺട്രോൾ ആൻഡ് പ്രൊവൈഡ് ആക്സസ് ടു ഓതറൈസ്ഡ് പേഴ്സൺ ഓൺലി. നമുക്ക് എന്താണ് കൺട്രോൾ ചെയ്യാം, ആർക്കൊക്കെ ഇത് കാണാൻ പറ്റും. ഓക്കെ, ഒരു ഓതറൈസ്ഡ് ഉദ്യോഗസ്ഥന് മാത്രമാണ് ആ ഒരു ഡാറ്റാസ് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ മേക്ക് ഷുവർ ടു ലുക്ക് HIPAA കംപ്ലൈന്റ് സോഫ്റ്റ്വെയർ ഫോർ PHI സെക്യൂരിറ്റി. HIPAA എന്ന് പറഞ്ഞാൽ ഒരു ആക്ട് ആണെന്ന് പറഞ്ഞു. എന്തിനുള്ള ആക്ട് ആയിരിക്കാം? രോഗികളുടെ ഇൻഫോർമേഷൻസ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള, അതായത് പേഷ്യന്റിന്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ആക്ട് ആണ് HIPAA. HIPAA. പേഷ്യന്റിന്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ആക്ട്. അതായത് പേഷ്യന്റിന്റെ ഈ എന്താണ് ഹെൽത്ത് ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് നമ്മൾ ഏത് HIPAA ആക്ട് പ്രകാരം, ഇതിന്റെ പോളിസി പ്രകാരം സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി മാത്രമേ കളക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ക്ലിയർ ആണോ? നമ്മൾ പേഷ്യന്റിൽ നിന്നും ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു പറഞ്ഞു അല്ലേ? ഒരു എന്താണ് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി മാത്രമേ ഇത്തരം ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. കളക്ട് ചെയ്യപ്പെടുന്ന ഡാറ്റകൾ എന്താണ് സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് കീപ്പ് ചെയ്യാനും കഴിഞ്ഞിരിക്കണം. അപ്പൊ അതിനുള്ള ആക്ട് ആണ് HIPAA എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. സോ ഫസ്റ്റ് ബെനിഫിറ്റ് എന്തായിരുന്നു? ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദി ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലും പേഷ്യന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഏതെല്ലാം രീതിയിലാ? ഏതെല്ലാം രീതിയിലാ? ഏതെല്ലാം രീതിയിലാ കഴിയുന്നത്? മെഡിക്കൽ റെക്കോർഡ്സ്. പറഞ്ഞോളൂ. പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകൾ, അതേപോലെ തന്നെ ബുക്ക് അപ്പോയിന്റ്മെന്റ്സ്, അവരുടെ റിമൈൻഡേഴ്സ്, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് പേഷ്യൻസും ഹോസ്പിറ്റലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും. അതുവഴി പേഷ്യൻസിന് അവർക്ക് വെയിറ്റിംഗ് ടൈമുകൾ കുറക്കാനും അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു.
ഓക്കെ, രണ്ടാമത്തെ ബെനിഫിറ്റ് എന്തായിരുന്നു? സെക്കൻഡ് ബെനിഫിറ്റ് സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. എന്താണ് അതിൽ പറയുന്നത്? സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. ഹോസ്പിറ്റലിൻ്റെ ഡാറ്റ സേഫും സെക്യൂർ ആയിട്ട് വെക്കാനായിട്ട് HMS സഹായിക്കുന്നുണ്ട്. പിന്നെന്തായിരുന്നു? ഒരു ഓതറൈസ്ഡ് പേഴ്സണ് മാത്രമാണ് അതിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അതേപോലെ തന്നെ പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ആക്ട് ആണ് ഹിപ്പ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആ ഒരു സേഫ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിലൂടെ മാത്രമായിരിക്കണം പേഷ്യന്റിന്റെ ഹെൽത്ത് ഇൻഫോർമേഷൻസ് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്ന സേഫ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി മാത്രമായിരിക്കണം ഇത്തരം കാര്യങ്ങൾ കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാ ഡാറ്റാസും കളക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ആൻഡ് തേർഡ് പോയിന്റ് നോക്കിക്കോളൂ, ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. Improved access to patient data. You can have easy entrance to all patient related data on a system using an HMS. You can also approach data such as patient history, doctors engaged, test result, billing details and much more with just a few clicks. ക്ലിയർ ആണോ? എന്താണ് പേഷ്യന്റിന്റെ ഡാറ്റയിലേക്ക്, പേഷ്യന്റുമായി ബന്ധപ്പെട്ട ഡാറ്റയിലേക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, സോ എന്താണ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ടെസ്റ്റ് റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ബില്ലിംഗ് ഡീറ്റെയിൽസ്, ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്താണ് ഈസിലി ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട്, ചെക്ക് ചെയ്യാനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നതാണ്. എങ്ങനെയാണ്? ജസ്റ്റ് ഒരു ഫ്യൂ ക്ലിക്സിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അല്ലേ? അതായത് ഇപ്പൊ ഫാർമസിയിൽ ഇരിക്കുന്ന ഒരു സ്റ്റാഫിന് പേഷ്യന്റ് എന്താണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അറിയണം, വേണ്ടേ? അപ്പൊ ആ സൈറ്റ് ഒന്ന് ഓപ്പൺ ആക്കുക, എന്താണ് ആ ഡാറ്റ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഫാർമസിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്തെന്താണ് അതിനനുസരിച്ചുള്ള പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള സംവിധാനം എന്താണ് ഈ ഒരു HMSന്റെ ഹെൽപ്പോടുകൂടി കഴിയുന്നതാണ്. ക്ലിയർ ആണോ? ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. And the fourth one ആണ് reduced turnaround time. Okay, reduced turnaround time. Streamline your hospital workflows by automating routine jobs like appointment or stock management. This decreases the time and effort required to perform these jobs and the turnaround time. It also helps hospital staff to focus on more critical patient care areas. അതായത് സ്ട്രീംലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസിലെ എന്താണ് വർക്കുകൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി കഴിയുന്നതാണ്. അതായത് ഇപ്പൊ അപ്പോയിന്റ്മെന്റ് എടുക്കുക, അല്ലെങ്കിൽ സ്റ്റോക്കുകൾ റീഫില്ല് ചെയ്യുക, ഏതൊക്കെ മരുന്നുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ മരുന്നാണ് വീണ്ടും റീഫില്ല് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളിൽ സോഫ്റ്റ്വെയർ വരുന്നതിന് മുൻപ് ഒരു പേഴ്സണെ നമ്മൾ അതിനു വേണ്ടി അസൈൻ ചെയ്യണം, വേണ്ടേ? ഒരു സ്റ്റാഫിനെ അതിനുവേണ്ടി അസൈൻ ചെയ്യണം. ഇപ്പൊ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിനാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരം സപ്ലൈയുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതിനാണെങ്കിലും ഒരു സ്റ്റാഫിനെ നിയമിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് നടക്കുന്നതാണ്, അതിനുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോയിന്റ്മെന്റ് ഓൺലൈൻ ആയിട്ട് എടുക്കാൻ കഴിയുന്നതാണ്. സോ സ്റ്റാഫുകളുടെ ജോബിന്റെ ഡ്യൂട്ടി റെഡ്യൂസ് ചെയ്യാനായിട്ട്, അവരുടെ വർക്ക് ഫ്ലോ എന്താണ് അവരുടെ ആ ഒരു സിംപ്ലിഫൈ ചെയ്യാനായിട്ട്, വർക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു സിസ്റ്റത്തിന്റെ ഹെൽപ്പോടുകൂടി കഴിയുന്നതാണ്. ക്ലിയർ ആണോ? അതേപോലെ തന്നെ സ്റ്റാഫുകൾക്ക് വേണ്ടി വരുന്ന എഫേർട്ട് റെഡ്യൂസ് ചെയ്യാനും കഴിയുന്നതാണ്, ടൈം സേവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പൊ ഇത്രയും സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കേണ്ട ഈ അപ്പോയിന്റ്മെന്റ് എടുക്കുക അല്ലെങ്കിൽ സ്റ്റോക്ക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട സമയം എന്തിനു വേണ്ടി ഉപയോഗിക്കാം? പേഷ്യന്റിന്റെ കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്താണ് ആ സ്റ്റാഫുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ക്ലിയർ ആണോ? ബേസിക്കലി എന്താണ് മെയിൻ ആയിട്ട് സ്റ്റാഫുകളുടെ ജോലി ഭാരം കുറയ്ക്കാനായിട്ട് ഈ സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു ഫീൽഡിൽ ചെലവാക്കേണ്ട ടൈം എന്തിനു വേണ്ടി മാറ്റിവെക്കാം? പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ ടൈം സേവ് ചെയ്യാനായിട്ടും കഴിയുന്നതാണ്. ക്ലിയർ ആണോ?
So reduced turnaround time. And the fifth one, cost effectiveness. Cost effectiveness. Introducing an HMS can lead to significant cost saving for hospitals. It helps by reducing administrative overhead, enhancing resource allocation, and reducing the wastage of medical supplies. And HMS can also maximize revenue streams by making sure timely billing and reducing claim denials. ഇനി എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കോസ്റ്റ്, ചെലവുകൾ, ഹോസ്പിറ്റൽസിന് പല രീതിയിലുള്ള ചെലവുകളുണ്ട്, എക്സ്പെൻസുകൾ ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ അതിനു വേണ്ടി ഒരു സ്റ്റാഫിനെ നിയമിക്കണം, വേണ്ടേ? അപ്പൊ അതിനുവേണ്ടി എക്സ്പെൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റോക്ക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് മുന്നത്തെ സിറ്റുവേഷനിലാണെങ്കിൽ ഒരു സ്റ്റാഫിനെ നിയമിക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയർ വന്നതോടുകൂടി അതിന് ചെലവാക്കേണ്ടി വരുന്ന എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ? അതേപോലെ മെഡിക്കൽ സപ്ലൈസിന്റെ വേസ്റ്റേജ് കുറയ്ക്കാനും കഴിയുന്നുണ്ട്. ഇപ്പൊ കുറെ നമ്മൾ ഒരു മെഡിസിൻ എന്താണ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് തീർന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഈ വേസ്റ്റുകൾ വീണ്ടും വീണ്ടും മെഡിസിൻസ് ഇങ്ങനെ വീണ്ടും വീണ്ടും വാങ്ങിക്കൂട്ടുന്നത് തടയാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ, ഈ ഒരു സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ എങ്ങനെയാ ഹെൽപ്പ് ചെയ്യുന്നത്? ഹോസ്പിറ്റൽസിന്റെ റവന്യൂ കൂട്ടാനായിട്ടും ഈ ഒരു സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് കറക്റ്റ് ടൈമിൽ ബില്ലിംഗ് ചെയ്യുക, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, ഹോസ്പിറ്റൽസിന്റെ റവന്യൂ ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? കോസ്റ്റ് എഫക്റ്റീവ്നെസ്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ വെച്ച് നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അതിന്റെ ഒരു 4 പോയിന്റ് കൂടി വരുന്നുണ്ട്. ഇന്റലിജന്റ് അനലിറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സുകൾ. ഓക്കെ, റിപ്പോർട്ട്സുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ, റെഡ്യൂസ്ഡ് മെഡിക്കൽ ഇറേഴ്സ്, റെഡ്യൂസ്ഡ് റീഅഡ്മിഷൻ ആൻഡ് റീഹോസ്പിറ്റലൈസേഷൻ റേറ്റ്. ഓക്കെ, അതേപോലെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം. ഇനി ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകൾ, സവിശേഷതകൾ എന്തൊക്കെയാണ്? ഈ ടോപ്പിക് എല്ലാം ജസ്റ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം റിവൈസ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്? എന്തൊക്കെയായിരുന്നു? എൽമ ഇല്ലേ? പറയൂ. നമ്മൾ സപ്ലൈ മാനേജ്മെന്റ് തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? വേഗം വേഗം പറഞ്ഞോളൂ, എന്തൊക്കെയായിരുന്നു പഠിച്ചത്? സപ്ലൈ മാനേജ്മെന്റിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? സപ്ലൈയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മെഡിസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് മെഡിസിൻസ് റീസ്റ്റോക്ക് ചെയ്യുക, പർച്ചേസ് ചെയ്ത ഡേറ്റ് എന്നാണ് പർച്ചേസ് ചെയ്തത്, അതേപോലെ ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തു, അതേപോലെ പിന്നെ എന്തായിരുന്നു സപ്ലൈയറിന്റെ ഡീറ്റെയിൽസ്. ഇത്തരം കാര്യങ്ങൾ എന്താണ് സപ്ലൈ മാനേജ്മെന്റിന് വേണ്ടി സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫിനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ, ഹോസ്പിറ്റൽസിലെ പേഷ്യന്റിന്റെ ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റൽസിന്റെ എക്സ്പെൻസ്, ഇൻകം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഇൻഷുറൻസ് മാനേജ്മെന്റ്, പേഷ്യന്റിന്റെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ റെക്കോർഡ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് റെക്കോർഡ് ചെയ്യുന്നതിനും സ്റ്റോർ ചെയ്യുന്നതിനും, എപ്പോഴാണ് ആ ഡാറ്റാസ് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ വീണ്ടും റിട്രീവ് ചെയ്യുന്നതിന് വേണ്ടിയും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ലബോറട്ടറി മാനേജ്മെന്റ്, ടെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. റിപ്പോർട്ട് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ റിപ്പോർട്ട് അതേപോലെ മറ്റു റിപ്പോർട്ടുകൾ എല്ലാം എന്താണ് സ്റ്റോർ ചെയ്യുന്നതിനും കീപ്പ് ചെയ്യുന്നതിനും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ആണെങ്കിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഹോസ്പിറ്റല് പ്രോഫിറ്റിലാണോ റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ലോസിലാണോ, ഇത്തരം കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയും പിന്നെന്തായിരുന്നു കമ്പാരിസന് വേണ്ടിയും, കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും വരവ് ചെലവുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയും എന്താണ് ഈ ഒരു സിസ്റ്റത്തെ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന് മാത്രമായിരിക്കും ഈ ഡാറ്റയിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. ദെൻ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് എന്നാണ് ഇനി വാക്സിനേഷൻ എടുക്കേണ്ടത്, നെക്സ്റ്റ് എത്ര വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്, ഓക്കെ ഇനി നെക്സ്റ്റ് എന്നാണ് ഡോക്ടറെ കാണേണ്ടത്, ഇത്തരത്തിലുള്ള റിമൈൻഡേഴ്സ് നൽകുന്നതിനും ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ദെൻ സപ്പോർട്ട് മാനേജ്മെന്റ്, എന്തായിരുന്നു സപ്പോർട്ട് മാനേജ്മെന്റില്?
പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഹോസ്പിറ്റൽസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഫീഡ്ബാക്കുകൾ, അവരുടെ റിക്വസ്റ്റുകൾ, കംപ്ലൈന്റ്സ് എല്ലാം കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ സിസ്റ്റത്തിലൂടെ കഴിയുന്നതാണ്. അതേപോലെ തന്നെ അതിന് എത്രയും പെട്ടെന്നുള്ള റിപ്ലൈ കൊടുക്കാനായിട്ടും പരിഹാരം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയും എന്താണ് ഈ ഒരു സിസ്റ്റത്തെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇതിന്റെ കമ്പോണൻസിൽ പഠിച്ചത്. ഇനി ബെനഫിറ്റ്, ഒരു ഹോസ്പിറ്റൽസിന്റെ ബെനഫിറ്റ്, മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ബെനഫിറ്റ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, പേഷ്യന്റും ഹോസ്പിറ്റലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് 59% ഓഫ് പോപ്പുലേഷനും എന്താണ് പ്രിഫർ ചെയ്യുന്നത് എന്താണ് ഈ ഒരു ഓൺലൈൻ ത്രൂ അപ്പോയിന്റ്മെന്റ് എടുക്കുക, അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ, ഹോസ്പിറ്റലിൽ നിന്നും കളക്ട് ചെയ്യപ്പെടുന്ന, ഹോസ്പിറ്റലിൽ വെച്ച് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി കളക്ട് ചെയ്യപ്പെടുന്ന എല്ലാ ഡാറ്റാസും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അവരുടെ പ്രൊട്ടക്ഷന് ഉറപ്പ് നൽകുന്ന ആക്ട് ആണ് ഏതാണ്? ആക്ടിന്റെ പേരെന്താണ്? ഒരു പേഷ്യന്റിന്റെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് കീപ്പ് ചെയ്യുന്നതിനുള്ള, പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ആക്ട് ഏതാണ്? HIPAA, Health Insurance Portability and Accountability Act. അക്കൗണ്ടബിലിറ്റി ആക്ട്, ഹിപ്പ. ഓക്കെ, ഹിപ്പ, HIPAA, ഹിപ്പയാണ് ആക്ട്. ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ, പിന്നെന്താണ് നമ്മൾ കളക്ട് ചെയ്യപ്പെട്ട ഡാറ്റയിലേക്ക് ഈസിലി അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഫാർമസിയിൽ ഇരിക്കുന്ന സ്റ്റാഫിന് പേഷ്യന്റ് എന്താണോ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മരുന്ന്, മെഡിസിൻസ് കൊടുക്കാനായിട്ട് കഴിയുന്നതാണ്. പിന്നെന്തായിരുന്നു? റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം. ഓക്കെ, ടൈം എന്താണ്? ടൈം എന്താണ് സേവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അപ്പോയിന്റ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഇതെല്ലാം എന്താണ് ഓട്ടോമാറ്റിക്കലി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റാഫിന് ആ സമയം എന്തിനു വേണ്ടി ചെലവഴിക്കാം? പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ആയിരുന്നു കോസ്റ്റ് എഫക്റ്റീവ്നെസ്. ഓക്കെ, ചിലവുകൾ കുറക്കാനും അതേപോലെ തന്നെ കറക്റ്റ് ടൈമിൽ എന്താണ് ഇൻകം, റവന്യൂ എന്താണ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയും, അതായത് ബില്ല് കറക്റ്റ് ടൈമിൽ പേ ചെയ്യുക, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കറക്റ്റ് ടൈമിൽ ക്ലെയിം ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻകം കൂട്ടാനും കഴിയുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അതിന്റെ റിമൈനിങ് പോയിന്റ്സ് വരുന്നുണ്ട്, ഒരു 4 പോയിന്റ്സ് വരുന്നുണ്ട്. ഓൾസോ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ക്ലാസ് മൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ, ബൈ. Thank you, ma'am.